ഗൈസ് ലിംബോ വന്നു. ദിസ് ഈസ് ലിംബോസ് പടക്കുതിര. അയ്യോ നിസാൻ മാഗ്നറ്റ്. ആ പോട്ട് ടാറ്റ മേരാ മാതാജി. അയ്യോ ഞാൻ വെച്ച് നീ ഉറക്കം എണീക്കില്ലെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ സെറ്റല്ലേ, പോവാം. അപ്പോൾ ഞാൻ എറണാകുളത്തോട്ട് പോവുകയാണ്. നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലേ. ഞാൻ വ്ളോഗ് വ്ളോഗ് ഇട്ടിട്ട് തന്നെ 2 മാസമായി. ഈ ക്യാമറ ഒക്കെ വെച്ചാടേ ഫ്രണ്ടില്. ഇപ്പം കോപ്പർ വെച്ചിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ വയ്ക്കണം. റോഡെല്ലാം പോയില്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഈസ് അർജി കിഷോർ. നമ്മൾ കുറേ നാളായില്ലേ കണ്ടിട്ട്. അറൗണ്ട് ഒരു 2 മാസമായി കാണും. അച്ഛൻ്റെ സാങ്കേതിക തകരാറ് കാരണമാണ്, ആസ് യൂഷ്വൽ സാങ്കേതിക തകരാറ് കാരണമാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇതാണ് ലിംബോ. ലിംബോ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വ്ളോഗിൽ വരുന്നത്. അപ്പൊ നോർമലി ചോദിക്കും, എന്തരളിയാ നമ്മളെ ഒന്ന് വ്ളോഗിൽ നീ കാണിക്കൂലേ. അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പിണങ്ങി, എന്നടാ പോണാ കൊച്ചു പിള്ളേരെ മനസ്സ് പണയാ. അപ്പോ നമ്മൾ ഇന്ന് എറണാകുളത്ത് പോവുകയാണ്. പിന്നെ കൈസ്, ഞാൻ ഇത്രയും നാള് വ്ളോഗ് ഇടാത്ത വേറൊന്നുമല്ല. ഞാനിപ്പോ ചെറുതായിട്ട് SBI വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ സത്യം പറഞ്ഞ കോളേജ് ലൈഫിൽ നിന്നൊക്കെ മാറിയിട്ടേ മൊത്തത്തിൽ മൊത്തത്തിൽ മാറിയപ്പോ അയ്യോ ലൈഫ് എന്തോ പോലെയൊക്കെ. ബിസി അല്ല, രാവിലെ എണീക്കുന്നു, 6 മണിക്ക് എണീക്കുന്നു, ജിമ്മിൽ പോകുന്നു, വരുന്നു, ഓഫീസിൽ പോകുന്നു, 10 മണിക്ക് പോകുന്നു, 5 മണിക്ക് വരുന്നു. ആകെപ്പാടുള്ള സമാധാനം ഇത്രയും സെയിം ആണ്. ഡെയിലി ഇങ്ങനെ റൊട്ടീൻ സെയിം ആണ്. എന്നിട്ട് 5 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചായ കുടിക്കാനെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടേലും പോകും. എന്നിട്ട് രാത്രി 12 മണിയാകുമ്പോൾ വരുന്നു, ഉറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, പോകുന്നു. സെയിം ഇത് തന്നെ. അയ്യോ. അപ്പോൾ ഇന്ന് ഞാൻ എറണാകുളത്തോട്ട് പോവുകയാണ്, ഇന്റേൺഷിപ്പിനായിട്ട് പോവുക. ഞാനിപ്പോ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് PG ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഇന്റേൺഷിപ്പിനായിട്ട് എറണാകുളത്തോട്ട് പോവുകയാണ്. വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. ഞാൻ വെല്ലിംഗ്ടൺ ഐലൻഡിൽ ഫസ്റ്റ് ടൈമാണ് പോണത്. മറ്റേ ആലുവ മറേണ്ട ആ റൂട്ടൊക്കെ അറിയെങ്കിലും വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ ഒരു ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ പോയിട്ട് വേണം നോക്കാൻ, സ്റ്റേ സെറ്റ് ആക്കണം, പോണം. വയ്യ, 2 ദിവസം കൊണ്ട് ചെറിയ കിച്ചും പനി പോലെ. ഇന്ന് കുളിച്ചോട്ടെ, രാവിലെ കുളിച്ചപ്പോ ഒരു കട്ടായ പോലെ. ഇന്നലെ ഉറങ്ങിയില്ല, ഒരു സിനിമയൊക്കെ കണ്ട്. നമ്മൾ അടുത്ത മാസം ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രിപ്പിന്റെ റൂട്ടും ഫുഡ് അടിക്കാൻ സ്പോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് അങ്ങനെ 3:30 ആയപ്പോൾ എണീറ്റ്. അല്ലെ എന്റെ 3:30 ആയപ്പോ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ഞാനാണെങ്കിൽ കുളിച്ചത് ഒന്ന് കട്ടായടാ. എന്ന് വെച്ചാൽ ഉറങ്ങാത്തോണ്ടാണോ, ഇനി ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങാം. അപ്പൊ അവിടെ 9 മണി 8 മണിയൊക്കെ ആകുമ്പോ എറണാകുളത്തല്ലോ. അപ്പൊ ലിംബോ എന്താണ് പറയാ, ഞാൻ ഇനി 1 മാസം കാണൂല്ലോ ലിംബോ. നമ്മള് വൈകിട്ട് എവിടെയെങ്കിലൊക്കെ പോവാന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് കറങ്ങി ഒരു 12 മണിയൊക്കെ വീട്ടിൽ എത്തി. യമരനെ നശിപ്പിക്കണ ഞാനെന്നാ പറയണത്. അങ്ങനെ പറയോ വീട്ടില്? ഇല്ല, ഞാൻ ഇനിയിപ്പോ ആ ഒരു ട്രിപ്പൊക്കെ പയ്യെ അങ്ങോട്ട് ഡൗൺ ആവും. നിർമ്മൽ ഓഫീസിൽ പോയി, അല്ലെങ്കിൽ അവനും വന്നേനെ. അവന് 3 വെളുപ്പിനെ 3 മണിക്ക് ഉച്ച വരെ. ഒരു ഉച്ചയ്ക്ക് ശേഷം വിളിക്കാം, അള്ളിയാ എവിടെ അള്ളിയാ, നമുക്ക് എവിടെയും പോയാലോ. അയ്യോ ഇനിയിപ്പൊ നിങ്ങൾ കറങ്ങ്. ഞാൻ ശനി ഞായർ മിക്കവാറും ഇങ്ങോട്ട് ചാടും കേട്ടോ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് കയറുകയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കും 1 മാസത്തേക്ക്. അപ്പോ അടുത്ത മാസം ട്രിപ്പിനും കൂടെ കുറച്ച് ചില്ലാവാലോ. അപ്പോ ഇനി ഇവിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. എൻ്റെ കൂടെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ പക്ഷെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവൻ ഇനി വരുമോ ഇല്ലെന്നറിയാം. വേറെ 3 പേരുണ്ടായിരുന്നു. 2 പേർക്ക് ഇന്നലെ ആക്സിഡന്റ് ആയിട്ട് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് 4 ദിവസം കഴിഞ്ഞിട്ട് അവര് ജോയിൻ ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ കാണുന്നതെല്ലാം എറണാകുളത്തെ വിശേഷങ്ങളായിരിക്കും. ഞാൻ ബ്ലോഗിനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഇങ്ങനെ ബിസി ഷെഡ്യൂൾ മീൻസ് ഇങ്ങനെ കറങ്ങി ഫുൾ വർക്ക് ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇട്ടാലോ ഒന്ന് ആലോചിച്ചത്. പിന്നെ എന്തിന് വെറുതെ. ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബിന് വേണ്ടി ഒന്നും ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒക്കെ ചെയ്യും. രാവിലെ വേർക്കുന്നല്ലോ ഒളിയാ. അയ്യോ ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊളി ഡ്രൈവറാണ് കേട്ടോ. വരുമ്പോ ഇവൻ ഡ്രൈവിംഗ് പഠിച്ച ഡെയിലി ഒരാൾക്ക് 500 രൂപ കൂലി കൊടുത്തിട്ടൊക്കെയാണ് പഠിച്ചത്. ഡെയിലി ഇങ്ങനെ വിളിക്കും. ലിംബോയുടെ ഡാഡി റിച്ച് ആയോണ്ട് ഡെയിലി 500 കൊടുക്കും. എന്റെ മകനെ ഒന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന കേട്ടോ. ഒരു ദിവസം നമ്മള് ഞാനും ആനന്ദും ഇവനും കൂടെ നമ്മള് ഒരു ട്രിപ്പ് പോയി, ചെറിയ ട്രിപ്പ്.
നൈറ്റ് ഇങ്ങനെ തിരിച്ചു വന്ന ടൈമില് ഫ്രണ്ടില് തോട് വലിയ കുഴിയാണ്. നമുക്ക് കൊടുത്ത് നേരെ പറന്നു പോകണം. നേരെ പറന്നു പോയിട്ട് വക്കിൽ കൊണ്ടിട്ട് പെട്ടെന്ന് വിട്ട് തിരിച്ചു പോയി. എന്നിട്ട് എന്തെന്ന് പറയണം, അവന്മാരെല്ലാം ഉണ്ടായിരുന്നു. അറിയാ നിങ്ങളത് പേടിപ്പിച്ച കളിയാ, നമ്മളൊന്ന് പേടിപ്പിച്ചാണ്. എന്നിട്ട് അവന്മാരെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ അവന്മാരെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്റെ അടുത്ത് പറയുന്നത്, അളിയാ അമ്മയുടെ അടുത്ത് പറയല്ലേ, അമ്മ പേടിക്കുമെന്ന് വെച്ചിട്ടാണ് പറയാത്തത്. സംഭവം വണ്ടി എന്റെ കയ്യിൽ നിന്ന് പോയതാണ്. ഞാനാണെങ്കിൽ ആ തുമ്പറ്റത്ത് എത്തിയപ്പോഴാണ് അത് കണ്ടേന്നാ പറഞ്ഞത്. അങ്ങനത്തെ ചെറിയ ചെറിയ ഡ്രൈവ് അത് സ്റ്റാർട്ടിങ്. ഇപ്പം ഡ്രിഫ്റ്റിംഗ് ആണ്. അയ്യോ, ഇപ്പൊ നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു കാർ ആക്സിഡന്റ് കഴിഞ്ഞോളൂ. അവനല്ല, ഞാൻ വേറൊരു ടീമായിട്ട് പോയിട്ട് ഒരു ഓൾഡൊക്കെ ഇറക്കി നിസാൻ സണ്ണി ഒരു വാറ്റി ഇരിപ്പം ബമ്പറൊക്കെ ഇങ്ങനെ ഇളകിയാണ്. നിസാൻ സണ്ണിയുടെ പാർട്സ് കിട്ടാൻ പാടാണ്. അപ്പോ കുറച്ച് ഞാൻ ഇറങ്ങിയിട്ട് പറഞ്ഞേ ഇടിച്ച് മറ്റേ ആദർശ പയ്യനാണ് ഓടിച്ചത്. ചെറുതായിട്ട് തട്ടിയേ ഉള്ളു. പക്ഷെ ഇറങ്ങിയപ്പോ ഞാൻ എവന്റെ അടുത്താണ് പറഞ്ഞത്, ഇത് നോക്ക് ബമ്പർ ക്ലിപ്പളവിയാണ്, നമുക്ക് എടുത്ത് വെക്കുകയാണ് ഞാൻ. അപ്പൊ ട്രാക്ക് അപ്പുറത്ത് അങ്ങേരും വന്ന് ഇടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോടല്ല. പിന്നെ അവിടെ അതിന്റെ മുകളിൽ വരുന്നു. അയ്യോ, ഞാൻ നിങ്ങളുടെ തുടങ്ങാൻ പറഞ്ഞത് അല്ല, അങ്ങനെ പറഞ്ഞ അതിന്റെ മുകളിൽ വരും. അപ്പോ ഞാനപ്പോ നേരെ ഇനി എറണാകുളത്ത് അല്ല. അപ്പൊ നേരെ വന്ദേ ഭാരത് കിട്ടിയ വന്ദേ ഭാരത് കയറി പോകണം, അല്ലെങ്കിൽ ഇനിയിപ്പം ജനശതാബ്ദി കയറി പോവാം. അതായിരിക്കും നല്ലത്. അപ്പൊ എന്തായാലും ഇനി എറണാകുളത്ത് വെച്ചിരിക്കണം ഗൈസ്. അങ്ങനെ ഞാൻ എറണാകുളത്ത് എത്തിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. 2 ദിവസം ഹോസ്റ്റലിന് വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. ഫസ്റ്റ് ഡേ ഫുള്ളും അലച്ചിലായിരുന്നു. അയ്യോ, ബേസിക് ട്രിവാൻഡ്രത്തിൽ വെച്ച് നോക്കുമ്പോൾ എറണാകുളത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ചുമ്മാ നിന്ന് തന്നെ തുള്ളിക്കണം എന്താ തോന്നും. അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു ഹോസ്റ്റലൊക്കെ കിട്ടി. ഇവിടുത്തെ ഹോസ്റ്റലിൻ്റെ വാർഡൻ നമ്മുടെ ഒരു കമ്പനിയാണ്. മച്ചാനെ ഹായ് 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 പറ. നിങ്ങൾ ഒരു ഉഷാറാവ്. ഹായ് പറ. എൻ്റെ വ്ളോഗ് ഇതെന്ത് ശോകം ചത്തിരിക്കുന്നു. ആളിവിടുത്തെ പണിക്കാരനല്ലെന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും കാര്യം പാവോട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. എല്ലായിടവും ഉച്ച വരെ ക്ലാസ് ഉള്ളു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലായിടവും ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. ഓ വ്ളോഗ് പുള്ളിക്കാരൻ്റെ അണ്ടർവെയറൊക്കെ തൂക്കിയിട്ടുണ്ട് അവിടെ നിന്ന്. ലൈൻ കപ്പിയിലാണ്. ഷോക്ക് അടിക്കാതിരുന്നാൽ മതി. പോസ്റ്റിലോട്ട് നിങ്ങളെ പുതിയ വിമാനമാണല്ലോ. കറണ്ട് അടിക്കില്ല കേട്ടോ അതിൽ. എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എറണാകുളത്ത് നിന്നിട്ട് എത്ര ദിവസമായി? 6 മാസമല്ലേ? ഞാൻ 2 ദിവസമേ ആയുള്ളൂ. ഇനി 1 മാസം നിൽക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പം ലൈഫൊക്കെ മൊത്തത്തിൽ മാറിപ്പോയട്ടോ. എന്ന് വെച്ചാൽ വീട്ടിലെ ഫുഡും എപ്പം ചെന്ന് കയറിയാലും ഫുഡ് ഇതൊക്കെ ആയിരുന്നില്ലേ. ഇപ്പോൾ അത് ശരിയാണ്, അത് വീട്ടിലായാലും കറങ്ങി കിടക്കും. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു മൂകത പോലെ. ഫ്രീഡം അവിടെ ഇവിടെ എല്ലായിടും ഉണ്ട്. പക്ഷേ അപ്പോൾ ബൈ.